Hey all, welcome back to my channel. So this is a day in my life vlog. So ഇത് ഞാൻ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിവതും വീക്ക്ലി 2 ഡേയ്സൊക്കെ ബാഡ്മിൻ്റൺ പോകാറുണ്ട്. ഞാൻ എന്നും പോകാറില്ല, എല്ലാ വീക്കും പോകാൻ പറ്റാറില്ല, ബട്ട് ദെൻ മാക്സിമം പോകാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഷിഫ്റ്റ് കഴിയുന്നത് 4:30-ക്കാണ്, 4:30. നമ്മൾ കോട്ട് ബുക്ക് ചെയ്തേക്കുന്നത് 5 to 6 ആണ്. എന്നാലും നമ്മളൊരു 6:30, 7 വരെയൊക്കെ മാക്സിമം കളിക്കും. ഇത് ഗെയിമൊന്നുമല്ല, ജസ്റ്റ് വാമപ്പ് ആണ്. So that's my colleague Subhan, who is a new vlogger in town. ആക്ച്വലി ഞാൻ ഗെയിം കളിക്കുന്ന വീഡിയോസ് ഒന്നും തന്നെ ഇതിനകത്തില്ല, ചുമ്മാ തട്ടുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ നമ്മൾ വാമപ്പാണ് ഫസ്റ്റ് ഗെയിമിന് മുന്നേ ഉള്ള. പക്ഷെ ഗെയിം തുടങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സോ ഇത് എയർ ഫ്ലിക്സ് എന്നാണ് ഈ കോട്ടിൻ്റെ പേര്. ചെറിയ കോട്ടാണെങ്കിലും ഇറ്റ് ഹാസ് ഗോട്ട് എ ഗുഡ് ലൈറ്റിംഗ് ആൻഡ് ഓൾ ദറ്റ്. അങ്ങനെ ഇത്രയും നേരം തട്ടിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഗെയിം ആയപ്പോൾ വീഡിയോ എടുത്തില്ല. ഞാൻ വീഡിയോ എടുക്കാൻ പറയാൻ മറന്നുപോയി ഗെയിമിൻ്റെ സമയത്ത്. എനിവേസ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ടേൺ എടുത്താട്ടോ കളിക്കണേ, കാരണം കുറേ പേരുള്ളതുകൊണ്ട് 2 കോട്ട ബുക്ക് ചെയ്തേക്കണം. വെൽ ദാറ്റ്സ് മീ ടേക്കിംഗ് എ ബ്രേക്ക്. ആ സമയത്ത് ഞാൻ ബാക്കിയുള്ളവരുടെ കളി കണ്ടിങ്ങനെ ഇരുന്നു. അങ്ങനെ ബാഡ്മിൻ്റനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 7:15 ആയി കാണും. എൻ്റെ വണ്ടി ടെക്നോ പാർക്കിലായിരുന്നു. സോ ഞാൻ അവിടെ നിന്ന് പോയി വണ്ടി എടുത്തു അഖിലിൻ്റെ കൂടെ. അപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. സോ ഞാനിപ്പോൾ വീടെത്തി ആഫ്റ്റർ ബാഡ്മിൻ്റൺ. അപ്പോൾ ഇനി ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ പോയി ഉറങ്ങാൻ പോവാണ്. സോ യാ, അപ്പോൾ ഇനി ഉറങ്ങി എണീറ്റിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ ഗുഡ് ഈവനിങ്. കാരണം എനിക്ക് മോർണിംഗ് ആവുന്നത് ഈവനിങ് ആകുമ്പോഴാണ്. സാധാരണ ഞാൻ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് എണീക്കാറുണ്ട്. ഈവൻ ബാഡ്മിൻ്റൺ ഉള്ള ദിവസം തന്നെ ചില ദിവസമൊക്കെ ഞാൻ നേരത്തെ എണീക്കും. ബട്ട് ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാനൊരു 4:45 ഒക്കെ ആയി എണീറ്റപ്പോൾ. ടൈം ലേറ്റായി, എന്നാലും ഐ തോട്ട് ഐ വിൽ കുക്ക് സംതിങ്. അപ്പം ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് സേമിയ ഉപ്മ ഉണ്ടാക്കാനാണ്. സോ കം ലെറ്റ്സ് മേക്ക് സേമിയ ഉപ്മ വിത്ത് മീ. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി. ഐ ഗോണ pour ഓയിൽ. നമുക്ക് അപ്പോഴേക്കും വേഗം ഉള്ളി അരിഞ്ഞെടുക്കാം. ഞാൻ ഉള്ളി അരിഞ്ഞില്ല. കടുക് കുറച്ചിടുകയാണ്. കടുക് പൊട്ടിയിട്ട് ഞാൻ സവാള ഇടുകയാണ്. കുറച്ചാണ് ഞാൻ ഇടുന്നുള്ളൂ. ഇപ്പം ആക്ച്വലി എനിക്ക് സവാള ഇടാൻ പേടിയാണ് എനിക്ക്. കാരണം കഴിഞ്ഞ ദിവസം സവാള ഇട്ടപ്പോൾ എണ്ണ പൊട്ടിത്തെറിച്ച് എല്ലാം കയ്യിലേക്ക് വീണു. സവാള നന്നായിട്ട് നമുക്ക് സോട്ടേ ചെയ്തെടുക്കാം. പിന്നെ നെക്സ്റ്റ് വേണ്ടത് പച്ചമുളക്. സോ മീൻവൈൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം, തിളപ്പിച്ചെടുക്കാം. സോ ആഡിങ് ഇൻ സം സോൾട്ട്. ഞാൻ അതിനകത്ത് ഒരു പൊടിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. എൻ്റെ അടുത്ത് ജിഞ്ചർ ഇല്ല. സോ ഒരു പൊടിക്ക് അതിൻ്റെ ഫ്ലേവറിന് കിട്ടും. സോ ഞാൻ അത് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നെക്സ്റ്റ് വെർമിസെല്ലി ആഡ് ചെയ്തു. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫസ്റ്റ്, അതുകൊണ്ടാണ് ഇട്ടത് കേട്ടോ. യൂഷ്വലി ഞാൻ ഇങ്ങനെയല്ല ചെയ്യാറ്. ഞാൻ ആദ്യം വെർമിസെല്ലി ഒന്ന് സോട്ടേ ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഉള്ളിയൊക്കെ ഇടാറ്. ബട്ട് ദിസ് ടൈം എനിക്കതിനോട് ടൈമില്ല. സോ ഐ തോട്ട് ഐ വിൽ ഡു ദിസ് വേ. അപ്പോൾ ഫ്ലേവറിന് വേണ്ടി കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ഗോണ ആഡ് സം വാട്ടർ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ വെർമിസെല്ലി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. സോ ഇത് വേഗം കഴിച്ചിട്ട് വേഗം റെഡിയാവും. സോ നൗ ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. സമയം ഒരുപാട് വേഗം റെഡിയാവട്ടെ. ഓക്കെ. ഓക്കെ, സോ റെഡി കഴിഞ്ഞു. ഓൾറെഡി ലേറ്റായി. സോ ഞാൻ വേഗം ഇറങ്ങട്ടെ. അപ്പോൾ ഈ ഓഫീസിൽ നിൽക്കണം. ബൈ ബൈ. അങ്ങനെ ഞാൻ വീടൊക്കെ പൂട്ടി ഇറങ്ങി. അപ്പോൾ ഞാൻ ഓഫീസിലെത്തി. തേജസ്വിനിയാണ് കേട്ടോ എൻ്റെ ബിൽഡിംഗ്, ടെക്നോ പാർക്കിൽ ഫേസ് 1. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ ഫ്ലോർ 3rd ഫ്ലോറാണ്. സോ 3rd ഫ്ലോർ എത്തി. ഞാൻ എന്നിട്ട് വേഗം തന്നെ വർക്കിന് കയറി കേട്ടോ. സോ നമ്മൾ വർക്കിന് കയറിയിട്ട് ഡിന്നറിനൊക്കെ മുന്നേ നമ്മളൊരു ചായ ബ്രേക്ക് എടുക്കാറുണ്ട്. സോ ദിസ് ഈസ് ദാറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഫറ്റേറിയ. അപ്പോൾ നമ്മൾ സ്വാതി എന്നാണ് മെയിൻലി ചായ പറയാറ്. അപ്പോൾ ചായ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊരു മാഗിയും കൂടെ ഓർഡർ ചെയ്തു.
അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നപ്പോഴേക്കും രണ്ടുപേര് ഡിന്നർ കഴിക്കാൻ വന്നായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കില്ല, നമ്മൾ ഭയങ്കര ലേറ്റായിട്ട് ഡിന്നർ കഴിക്കാറ്, ഒരു 12 ഒക്കെ ആവും മോസ്റ്റ്ലി. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. നൗ ഗോയിങ് ബാക്ക് ടു അവർ ഓഡീസി. സോ ദാറ്റ്സ് അവർ ഓഡീസി ബൈ ദ വേ. നമുക്ക് ഫോണകത്ത് അലൗഡ് അല്ല. സോ അത് കഴിഞ്ഞ് വാക്കിന് കയറി. പിന്നെ ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ഒരു 12 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ ഡിന്നർ ബ്രേക്ക് എടുത്തു. സോ ഐ ആം ഹാവിങ് മൈ സേമിയ ഉപ്മ. അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഷെയർ ചെയ്തൊക്കെ അങ്ങ് കഴിക്കും. ആക്ച്വലി ദിസ് ഇസ് കൈൻഡ് ഓഫ് വിയേർഡ്. ഞാൻ കയറി കഴിക്കാൻ ഇറങ്ങി, പിന്നെയും കയറി ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ബാക്കി നടക്കുന്നൊന്നും എടുക്കാൻ പറ്റണല്ലോ, കാരണം അകത്ത് ഫോൺ കയറ്റാൻ പറ്റില്ലല്ലോ. സോ അഗെയിൻ വി ആർ ഗോയിങ് ബാക്ക് ടു ഒഡീസി. സോ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ 2 കൊളീഗ്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്, ചായ കുടിക്കാൻ വന്നേക്കാണ് ഇവിടെ മലബാർ ബൈറ്റ്സിൽ. അപ്പോൾ അവർ അൽഫമാണ് ഓർഡർ ചെയ്ത്, ഞാനൊരു വെജ് നൂഡിൽസാണ് ഓർഡർ ചെയ്ത്. ആക്ച്വലി ദീസ് ഓൾ വെരി അൺഹെൽത്തി ഇൻ ദ മോർണിംഗ്. പക്ഷേ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇങ്ങനെയൊന്നും ഞാൻ എല്ലാ ദിവസവും കഴിക്കാറില്ല. നേരെ വീട്ടിലാണ് പോവാറ്. എന്തോ ഇന്ന് ഈ ഒരു മൂഡ് വന്നപ്പോൾ അങ്ങ് പോയി കഴിച്ചു, അത്രേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ വയറൊക്കെ ഹാപ്പിയാക്കി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. സോ ഫൈനലി വീടെത്തി ആഫ്റ്റർ ദ ഷിഫ്റ്റ്. ആക്ച്വലി ഇന്ന് 4:30ക്കാണ് ഷിഫ്റ്റ് തീരണേ. ബട്ട് ദെൻ 5:30 വരെ അവിടെ ഇരുന്നു സംസാരിച്ചൊക്കെ. പിന്നെ നമ്മൾ പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ സമയം 6:30 ആയി. സോ ഇനി ഫ്രഷ് ആവുക, നേരെ ചെന്നുറങ്ങുക. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇത് എൻ്റെ ഒരു എവ്രി ഡേ ഇങ്ങനെയല്ല, കുറേ ഡിഫറൻസസ് ഉണ്ട്. ബട്ട് ഇന്നിങ്ങനെയായിരുന്നു, ഇന്നല്ല ഇന്നലെ. സോ ദാറ്റ്സ് എ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ഇന്ന് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് അതിനൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, ബിക്കോസ് എണീറ്റപ്പോൾ തന്നെ ലേറ്റായി, ആസ് യു ഓൾ നോ, ബിക്കോസ് ബാഡ്മിൻ്റൺ വാസ് ദർ യെസ്റ്റർഡേ. അപ്പോൾ സോ ഹോപ്പ് യു ലൈക്ക് ദ വ്ലോഗ്. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ.